വയ്യാത്ത രോഗികൾക്ക് സർക്കാരിൽ നിന്ന് 600 റുപ്യ കൊടുക്കുന്നുണ്ട് അത്രേ. ആശ്വാസകിരൺ എന്ന് പറഞ്ഞൊരു പദ്ധതിന്ന്. എന്റെ പ്രൊഫഷണൽ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മേ ഒന്നും ചെയ്യില്ല. ഒരു കുഴപ്പമില്ല, അത് സന്തോഷം കൊണ്ട് പിടിക്കണ, സ്നേഹം കൊണ്ട് പിടിക്കണ. ഉണ്ണി നോക്കാൻ വന്നതാ. അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണേ. അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ അടുക്കളയിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. മീനുണ്ടാവുമല്ലോ? അമ്മ മീൻ കൂട്ടില്ലേ? ഞാൻ കൂട്ടുമല്ലോ. അല്ല, അമ്മയ്ക്ക് നോക്കാം, അമ്മയെ നോക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്. അതിനോടൊപ്പം ഞാനും നോക്കട്ടെ. ഒരൊറ്റ പെണ്ണുങ്ങളെനക്ക് കണ്ടുകൂടാ. എല്ലാ പെണ്ണുങ്ങളും കള്ളിയാ. ഒരൊറ്റ പെണ്ണിനൊക്കെ കൊണ്ടെടുത്ത പക്ഷെ ഇതുപോലെ തലതെറിച്ചവരല്ല, നല്ല വിശ്വസ്തനായ ഒരാളെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോ. ഒരാളെ കിട്ടല്ലേ? ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചേ. എന്റെ സത്യം ഒരാളുണ്ട്. ഇതാണ് വീട്. ഈ വീടാ. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അത്തയച്ച് മരിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. ഇതാ കിടക്കണുണ്ടോ? അവിടെ ഉണ്ട്. അതാണ് രാഘവൻ. രാഘവട്ടോ, രാഘവട്ടോ, ഞാനാണേ സുഗതനാ. രാഘവന്റെ ഒരു ജോലിയുടെ കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന. ഞാനിവിടെ ഉറങ്ങിപ്പോയി. ചോദിച്ചോ, പറഞ്ഞോ. അല്ല, കുറച്ച് ദിവസമായി അമ്മയ്ക്ക് ഒരു ലേശം സുഖമില്ല. അപ്പൊ ഒന്ന് വന്ന് നിക്കാൻ പറയാൻ വേണ്ടിട്ടാണേ. അമ്മക്ക് അന്ന് സുഖേട്? അമ്മയ്ക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. വീട്ടിലെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാനേ. അതെന്താ പറയാനൊരു മടി? അല്ല, ഒറ്റയ്ക്ക് നിർത്തി പോവാൻ ഒരു ബുദ്ധിമുട്ട്. അതെ, ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ റോഡിലേക്കൊക്കെ ഇറങ്ങി പോയി. അപ്പൊ ഒന്ന് നോക്കാൻ ഒരാള് വേണം. വട്ടാന്ന്? അല്ല, അങ്ങനല്ല, ചെറിയൊരു മാനസികമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട് ചില സമയത്തെ. ഒന്നല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി പുറത്തേക്കൊക്കെ റോഡിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോവുക. അതാണ്. അതെയാ? അപ്പൊ നിങ്ങളെ വീട്ടിലായിരിക്കും മുമ്പ് വട്ടുണ്ടാ? വട്ടുണ്ടാവും ആയിരിക്കും. അല്ല, ഇതങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതല്ല. സത്യന്റെ അച്ഛനെ പെട്ടെന്ന് മരണപ്പെട്ടപ്പോണ്ടായ ഒരു ഷോക്കാണ് എന്റെ അമ്മയ്ക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചിലപ്പോ ഇങ്ങനെ ഒരു മെമ്മറി മാറിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും. മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് എടുത്ത് കൊടുക്കൊക്കെ ഇല്ല. അപ്പൊ മരുന്നൊക്കെ എടുത്ത് കൊടുത്തു. ഇപ്പൊ വീട്ടിലാരും ഒരാളൊപ്പം വേണോണ്ട് ഇപ്പം പണിക്കൊന്നും പോവാൻ പറ്റില്ലേ. ആശാരിപ്പണിയാണ്. ശരിക്കും എന്നും നല്ല പണിയുണ്ട്. പക്ഷെ അമ്മേനെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ അമ്മേനെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പണിക്ക് പോയി വരാലോ. ഞാൻ വരാം. എനിക്ക് ദിവസം 800 റുപ്യ കിട്ടണം. എത്ര? 800 ദിവസോ? അതൊന്നും ശരിയാവില്ലല്ലോ. 800 വെച്ച് കൊടുക്കാൻ പറ്റൂല. 800 റുപ്യ വെച്ചിട്ട് കൊടുക്കല് നടക്കില്ല. അതാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു 600 റുപ്യ എടുക്കാം. 600 കൊടുക്കാം. 600 കൊടുക്കൂ? 600 മറ്റേ ഗവൺമെന്റിന്ന് കിട്ടാനുള്ളതുണ്ടല്ലോ, അത് കിട്ടുമ്പോ 600 അങ്ങനെ കൊടുക്കാറ്. 600 കൊടുക്കാം. രാഘവട്ടാ, ഇപ്പൊ ഈ 800 വെച്ചൊന്നും തരാണ്ടാവില്ല. പക്ഷെ ഒരു 600 വെച്ച് തരാം. അങ്ങനെയാണ് പറ്റുമോ? 600.
അപ്പൊ അത് ഓക്കെ. എപ്പം വരണ്ട്? എപ്പം വരണ്ട്? വരല്ലതേ അത് പിന്നെ നമുക്ക് ഗവൺമെന്റ് മറ്റേ പൈസ കിട്ടാണ്ടല്ലോ. അത് ആ പൈസ 600 അത് കിട്ടുമ്പോഴത്തേക്ക് അത് എപ്പോഴാ കിട്ടാൻ നോക്കാം. അത് കിട്ടിയിട്ട് നമുക്ക് വിവരം പറയാം. അപ്പൊ ആ സമയത്ത് മൂപ്പര് വന്നാൽ മതി. അതാ നല്ലത്. അപ്പൊ നമുക്ക് ഒന്ന് വിളിക്കാം. അല്ല, ഈ സർക്കാരിൽ നിന്നേ ഇങ്ങനെ വയ്യാത്തവർക്ക് എന്തോ ആനുകൂല്യങ്ങൾ കിട്ടണ്ടേ, അത് കിട്ടിക്കഴിഞ്ഞാലേ പറയാന്നാ പറഞ്ഞേ. അപ്പൊ സർക്കാരിന്റെ അമ്മ? അല്ല, എല്ലാവരും സർക്കാരിന്റെ ആണല്ലോ. അപ്പൊ അതിലെങ്ങനെ അസുഖമുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടേ. എന്നാ ഞാൻ ഒരു കാര്യം പറയാ, എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഒന്നും ചെയ്യില്ല. അല്ല, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒന്നും കാണിക്കൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ പിന്നെ അപ്പൊ ഞങ്ങള് വിളിക്കാം. വിളിക്ക്. ശരി ശരി. അവിടെ കുഞ്ഞു ഉറങ്ങാനാ. തന്നെ വീട്ടുള്ളാണെങ്കിലും തന്നെ പരിപാടി. അയ്യോ, ഈ ഉറക്കം ആടെ പോയി കറക്റ്റ്. അയ്യോ, ഏതായാലും ഒരു പണിയായി. എന്തൊക്കെയായിരുന്നു രാവിലെ അടിപൊളി കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, അമ്മയെ നോക്കുന്നതിന് വൈകുന്നേരം ആകുമ്പോ 500 രൂപയും. അടികൊണ്ട് ചാവാഞ്ഞ ഭാഗ്യം. കഴുത്തിനെ ഞാൻ കിട്ടിയാർന്നുണ്ടല്ലോ, അപ്പട്ട തീർന്നേനെ. അവര് കളരിയാന്നറ ചേട്ടാ, ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുസ്തിക്കാരി വിചാരിച്ചു കാണുമ്പോ. എല്ലാം കിട്ടിയില്ലേ? കാക്കടി അടി കാലക്കന്നെ മാറൂല, കൈക്കടി കൈക്കന്നെ അടി. എങ്ങനെ നോക്കിയാലും തിരിഞ്ഞും മറിഞ്ഞും കളിക്കാൻ പറ്റുന്നില്ല. അമ്മ ഞാൻ ചോദിക്കട്ടെ, അവിടുന്ന് കൂലിയൊക്കെ കിട്ടിയാ? കൂലി കിട്ടാണ്ട് അടി വാങ്ങി കൊണ്ടുവന്നു. ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടോ. എന്താ ഐഡിയ? ഇത്രയും അടി കിട്ടിയിട്ട് ദേഹമാസകലം നീര് വന്നു. ഡോക്ടറെ കണ്ട് ഇപ്പൊ ഇത്ര രൂപ ചെലവാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ? അത് ഏതെങ്കിലും ഡോക്ടർ ആവട്ടെ, നീ ഞാൻ പറയുന്ന ആദ്യം കേക്ക്. ഇതിന് ഒരു എത്ര രൂപ നമുക്ക് വാങ്ങിക്കാം? എനിക്കൊരു കിട്ടുവോ? ഒരു 10,000 10,000 ചോദിക്കാം. സത്യശീലന്റെ നമ്മൾ വാങ്ങിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ഡോക്ടറെ കണ്ടിട്ട് സ്കാനിങ് ചെയ്ത് എക്സ്റേ എടുത്തിനെല്ലാം പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? എടാ, നിന്നെയൊക്കെ പൊട്ടനാണെന്ന് വിചാരിച്ചു. നീ ആള് ബുദ്ധിമാനല്ലോ. ഇപ്പടാ ഒരു സന്തോഷായി. അപ്പൊ തന്നെ പോയാലോ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു 2,000 രൂപ ഇങ്ങോട്ട് എടുത്തേ. എന്തിന്? ഇവിടെ 10 കിട്ടുന്നേ. 2,000 രൂപ തരും. വന്നിട്ട് 100 രൂപ കൂട്ടി 2,100 രൂപ തരും. വാങ്ങിച്ചിട്ട് തരും. 10 കിട്ടൂലല്ലോ, ഡൈപ്പല്ലേ നിങ്ങള്. പിന്നെ എങ്ങനെ 10 കിട്ടാൻ? ഇവരൊക്കെ വർത്താനം പറയാൻ പാടില്ല. ഇവരോടൊന്നും ഒന്നും പറയാൻ കണ്ട. നെഗറ്റീവാണ് മൊത്തം. എല്ലാം നെഗറ്റീവ്. പോസിറ്റീവ് പറയടാ ഒരു ദിവസം. വലിയ പോസിറ്റീവ് ആണല്ലോ ഇപ്പൊ പറഞ്ഞു. പോയിട്ട് വരാം. വാ. ഹലോ സത്യേട്ടാ, നിങ്ങൾ വീട്ടില് മറ്റേ ഉണ്ണി വന്നിട്ടില്ലേ അമ്മേനെ നോക്കാൻ വേണ്ടിട്ട്? എന്തോ അടിയൊക്കെ ആയി എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഉടായ്പായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പൈസ പിടിക്കാനുള്ള പരിപാടിയാ. ഫുൾ ഉടായ്പാ. നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. എന്തേ വൈകിയത് എന്തേ? ട്രാഫിക് ബ്ലോക്ക്. ട്രാഫിക്കിന്റെ അവിടെ ഭയങ്കര റോഡൊക്കെ അവിടെ പണി നടക്കുന്നില്ലേ? പാവം. അതായത് ഞങ്ങള് വന്നത് എന്താന്ന് വെച്ചാല്, അതെ, ഇയാൾ ഇവിടെ വന്ന സമയത്ത് എന്റെ അമ്മ ഇയാളെ പിടിച്ചടിച്ചു, നല്ല ഇടി കൊടുത്തു. ഇയാളുടെ ഉള്ളൊക്കെ കലങ്ങി, നെഞ്ചൊക്കെ കലങ്ങി. ആശുപത്രിയിൽ പോയി ഒരു എക്സ്റേ എടുത്ത് നോക്കി, സ്കാൻ ചെയ്തു. അപ്പോഴാ മനസ്സിലായത് ഉള്ളിലാകെ നീർക്കെട്ട് വന്നിട്ടുണ്ട്, ഇടി കൊണ്ടിട്ട്. വളരെ കഷ്ടം. കറക്റ്റ് അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ നഷ്ടപരിഹാരമായിട്ട് ഇപ്പോ 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരണം. 5 പൈസ ഞാൻ തരില്ല. 5 പൈസ ഞാൻ തരില്ല. അതന്നെ തരൂലെന്നോ? ഇനി എങ്ങാനും എനിക്ക് കേസ് കൊടുക്കാനാണ് എന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം മാനസിക രോഗമുള്ള ആള് വേറൊരാളെ എന്തെങ്കിലും ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ കേസ് കൊടുക്കാൻ ഒരു വകുപ്പില്ല. 5 പൈസയും കിട്ടില്ല. മാത്രല്ല നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നീ എനക്ക് പൈസ വേണോ? ഞാൻ ഇപ്പൊ അമ്മയെ വിളിക്കാം. അമ്മേനെ വിളിക്കണ്ട. അമ്മോ, ഒരു ചായയിലാ തുടക്കം. ചായ കുടിച്ചിട്ട് പോയാലോ? ഞാൻ ചോദിക്കട്ടെ, പുള്ളി ഇതെങ്ങനെ അറിഞ്ഞത്? ഇവിടെ എല്ലാം ഏയാണ്. പുതിയ ടെക്നോളജി, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ കിട്ടും. ഒരു വയറിലാ കളി. കിട്ടേണ്ടതും പോയി.
ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, സാറിനോട് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്താൽ മതിയാവോ? ചോദിച്ചു നോക്കട്ടെ ഏട്ടാ, മൊയ്ത് സാറിനോടൊന്ന് ചോദിച്ചു നോക്കിയിട്ട് പറയാവേ. ഓക്കെ, ശരി ശരി, ഓക്കെ. മൊയ്ത് സാറേ, ആ നാളെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഒന്ന് ലീവ് എടുക്കണമായിരുന്നു. ലീവോ? ആ, എന്തിനത്? എനിക്ക് വിശേഷം ഉണ്ടായിരുന്നേ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം സ്കാൻ ചെയ്യാൻ പോവാനാ. ഇതെന്തത്തെ ജമ്മത്? അല്ല, ആദ്യത്തെ കുട്ടി പറഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായോ? 1 വർഷവും 1 മാസം. ഔ, വലിയ കിട്ടലാണ്. 1 വർഷം 1 മാസവും അപ്പോഴേക്ക് രണ്ടാമത്തെ. എന്താ ഇപ്പൊ ഇത് കഥ? അതേ, ഇങ്ങനെ നടന്നോ ഈ കല്യാണം കഴിക്കാണ്ട? കണ്ടോ, കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 വർഷത്തിൽ രണ്ടാമത്തെ കുട്ടി ജനിക്കാൻ പോവുക. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ നടക്കണം, അല്ലാതെ ഒരാളുടെ കീഴിൽ ഇങ്ങനെ നടക്കുന്നൊന്നും എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഈ പറഞ്ഞോ കറക്റ്റാ. അപ്പൊ നിങ്ങൾ അനുഭവിച്ചോളി കേട്ടോ. ലീവ് ഞാൻ സാറിനോട് പറഞ്ഞ് ശരിയായി തരാം കേട്ടോ. ആ, അല്ല, മൊയ്തി സാറിന് എത്ര കുട്ടികളുണ്ട്? എനിക്കിപ്പോ 4. നിങ്ങളാള് തരക്കേടില്ലല്ലോ. 4 എന്ന് പറഞ്ഞ പ്ലാനിങ്ങിലാണ്. ഇതുപോലെ പ്ലാനിങ് ഇല്ലാണ്ടൊന്നല്ല. കറക്റ്റ് 2 വർഷത്തിന്റെ ഗ്യാപ്പിലാണ് ഓരോ കുട്ടികളും പറഞ്ഞത്. ഇനിയിപ്പോ അടുത്ത 2 വർഷത്തിന് കാത്തിക്ക 5ാമത്തേന്. എന്തേ? ഒന്നുമില്ല. ഞാനെ പറ്റി ചിന്തിക്കണ്ട, പണിയെടുത്തോ. പിന്നെ ഞാൻ പറയാൻ മറന്ന്, നാളെ ഞാൻ ലീവാട്ടോ. എനിക്ക് നാളെ മൂത്ത മോന്റെ അഡ്മിഷനാ. നിങ്ങളെ ലീവിന്റെ ഞാൻ സാറിനോട് പറഞ്ഞോളാം. പറ്റാ. എന്തേരി ഇതിവിടെ തരുവാൻ വേണ്ടി വന്ന ഇത് ചീർപ്പുണ്ടോ? എന്താ സാറേ? അതെ, ഇതൊന്ന് വായിച്ചു നോക്കി ആ നടുവത്തെ. അതെ, ഇവിടെ തോർത്തിന്റെ മുണ്ടിന്റെ ഒന്നും കച്ചവടമില്ല. ഇതൊരു ഓഫീസാണിത്. തോർത്തിന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ കത്തോർത്ത് നേരി എന്താ സാധനം? എടോ, കാതോർത്താണ് പദ്ധതി അല്ലേ? അതല്ലേ? അതെ, മാറിപ്പോയി. എന്താ പ്രശ്നം താങ്കളെ? സാറിനോട് എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരാതി പറഞ്ഞു കൊടുക്ക്. പറയട്ടെ? പറയ്, കേക്കട്ടെ. ഈ പെണ്ണുങ്ങളെ വേദനിപ്പിച്ചാല് ഇവിടെ വന്ന് പരാതി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സ്വന്തം പെണ്ണുങ്ങളെ വേദനിപ്പിച്ചിട്ട് ഈ നേരിട്ട് പരാതി പറയാൻ വന്നിക്കാ പോടെ? എനക്കല്ല പരാതി, എന്റെ ഓക്ക. അന്റെ ഭാര്യക്കോ? അതെ, അത് അമ്മായി മെല്ലപ്പോളെ ഇങ്ങനെ ചീത്ത പറയും. അമ്മായിമ്മയോ? അമ്മായിമ്മ എന്ന് പറഞ്ഞപ്പോ അന്റെ അമ്മയോ ഓളമ്മയോ? ഓളമ്മ, എന്റെ അമ്മായിയമ്മ. ഓളമ്മ നിങ്ങളെ കൂടെ താമസിക്കണേ? അല്ല, ഓല് തിരുവല്ല. തിരുവല്ലല്ലോ? നിങ്ങളെവിടെയാ? ഞാൻ പടേരാ. ഞാൻ പണ്ട് ആടെ പണിക്ക് വയ്ക്കുന്നു. അന്നേരം കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന. ശരി. അപ്പൊ ഈ അമ്മായിമ്മ ചീത്തറനായിട്ട് അടുത്ത് ബസ് കയറി ഇവിടെ വന്ന് ചിത്രത്തിൽ തിരിച്ചു പോല? ഓലെല്ലപ്പം മുട്ടുമ്പം വരും, എന്റെ എന്തെല്ലോ ബായ് തോന്നി വിളിച്ചു പറയും, ഓല് പോകും. എന്തൊരു കഥ! ചീത്ത പറയാനായിട്ട് തിരുവല്ലെന്ന് വരികയാണ് മോളെ. അത് ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ എന്റെ ഓക്ക് തിരുവല്ലയിൽ ഒരു 5 സെന്റ് വസ്തു ഉണ്ട്. അപ്പോ ആ വസ്തുവിൽ ഞങ്ങൾ വീടുണ്ടാക്കി താമസിക്കണമെന്നാണ് അമ്മായിമ്മ പറയുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് അങ്ങനെ താമസിച്ചൂടാ? എനക്ക് പറ്റൂല. ഓളെ വീട്ടിൽ വെറുതെ ഞാൻ പോവില്ല. ഇവിടെ തന്നെ താമസിക്കുള്ളൂ? എനിക്ക് വളരെ വീടും സ്ഥലമുണ്ട്, ഞാൻ സന്തോഷത്തോടെ കഴിയുന്നില്ലേ. പിന്നെ വെറുതെ ഓളെ വീട്ടിൽ പോണോ? ഇതേ, ഈ സ്ത്രീകൾക്ക് നേരെയുള്ള നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. കാതോർത്തെന്നാണ് പദ്ധതിന്റെ പേര്. അപ്പോൾ ഓരെ വിളിച്ചിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, നിയമോപദേശം കൊടുക്കുകയൊക്കെയാണ് ചെയ്യണത്. എടോ, എനിക്ക് അമ്മായിമ്മനൊന്ന് വരട്ടിക്കൂടെ? ആര്, ഞാനോ? ഞാൻ വരട്ടൂല. അതെ, എനക്ക് നെരുവട്ടം കിട്ടൂല്. അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പണി, ഇവിടെ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്ന് അമ്മായിമ്മയുടെ അടുത്തൊന്ന് പറയും. അപ്പൊ അമ്മായിമ്മ ഒന്ന് പേടിക്കും. എന്നിട്ട് ഈ ഓളെ കൊണ്ടുവരണോ? ഓളാണ് കംപ്ലൈന്റ് തരാല്ല, ഇയ്യല്ല. ഓള് കംപ്ലൈന്റ് തന്നാലേ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓളും ഓളും കൂടി വന്നാ മതി കേട്ടോ. ചെല്ല്. എന്താ പോന്റെ കഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തിരുവല്ലെന്ന് അമ്മായിമ്മ ചീത്തറേനായിട്ട് വടകര വരിക ബസ് പിടിച്ചിട്ടേ, എന്നിട്ട് തിരിച്ചു പോവുക. അല്ലാത്ത കഥയാണ്. കത്തോർത്ത്, കാതോർത്തല്ല, കത്തോർത്താണ്. കട ഇപ്പൊ തുറന്നിട്ട് 2 ആഴ്ചയല്ല.
ഞാനൊന്നും ചെയ്തിട്ടല്ലെന്നേ. ആളുകൾ കടയിൽ വരണുണ്ട്, ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്, ഒരു കുഴപ്പമുണ്ടായില്ല. അവര് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് കട അടച്ചോളാൻ പറഞ്ഞു ഒരു ദിവസം. ഇനി പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല, ലൈസൻസ് ക്ലിയർ ചെയ്തിട്ട് വേണം തുറക്കാൻ. പ്രസിഡന്റിനെയൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ചേട്ടനും കൂടി ഒന്ന് വിളിച്ച് പറയണേ. വേറെ മാർഗമില്ല ജീവിക്കാനേ. അച്ഛനായിട്ട് തുടങ്ങി തന്ന കടയാണ്, ഇപ്പൊ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരു സങ്കടം. ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട്, പൂട്ടിപ്പോയല്ല. അത് നമ്മൾ അരി മേടിക്കണ ബുദ്ധിമുട്ടുള്ളവർക്ക് സങ്കടമുണ്ട്. ശരിയെന്നാ. ചേട്ടാ, മാളില് വന്ന പുതിയ തിയേറ്റർ ഇല്ലേ, എന്താണത്, മൾട്ടിപ്ലക്സോ, അവിടെ സിനിമ കാണാൻ പോണെന്ന് മോൻ പറയുന്നു. എന്ത് സിനിമ? എന്തോ അർമാദെന്നും പേര്. നീ മോനും കൂടി എന്നെ കൊല്ലാൻ ഇറങ്ങിയൊക്കെയാണ്. നമ്മുടെ ജീവിതമാർഗം പൂട്ടിക്കിടക്കണ നിനക്കും കൂടി അറിയാവുന്നതല്ലേ. അപ്പൊ അവൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ നീ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? പേരേട്ടാ എന്താ ഇങ്ങനെ ഇരുന്ന് നിങ്ങള്? ഒരു കസേര എടുത്ത്. കസേര വേണ്ട, ഞാൻ പീടിയെ പോയി, തുറന്നിട്ടില്ല. എന്ന് പറ്റി? കട തുറന്നിട്ട് 2 ആഴ്ചയാടാ. സുഖയില്ലേ? സുഖമില്ലാതെ അല്ല, പഞ്ചായത്തുകാർ ഒന്ന് ലൈസൻസ് കട്ടാക്കി കട പൂട്ടിച്ചല്ല, അത് സീൽ ചെയ്ത്. എന്തെന്നാ പ്രശ്നം എന്നാ? എടാ, സത്യശീലനില്ല എല്ലാത്തിനും എതിരെ പരാതി കൊണ്ടുവരുന്ന കൊടുക്കണ ആള്. അയാൾ ഒരു ദിവസം ഒരു ചായ കുടിക്കാൻ വന്ന് രാവിലെ. നമ്മുടെ ബായി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഇയാള് കട്ടൻ ചായയാണ് കുടിച്ചത്. എത്രയെന്ന് ചോദിച്ചപ്പോ പാലൊഴിച്ച ചായയുടെ കാശ് മേടിച്ച അയാളോട്. ഇയാൾ ആ പൈസയും കൊടുത്ത് ഒരു അക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയതാണ്. അയാൾ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഹെൽത്തുകാർ വന്നിട്ട് വിലവിവരപ്പട്ടിക പ്രദർശിപ്പിച്ചിട്ടില്ല, അടുക്കള ക്ലീൻ അല്ല, ബായിക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ഞാൻ കൊടുത്ത മുണ്ടിന് കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇതുമൊക്കെ എഴുതി തന്ന് ഫൈൻ. ആ ഫൈനും അടക്കണമെങ്കിൽ ലൈസൻസും പുതുക്കിയാലേ കട തുറക്കാൻ പറ്റുള്ളൂ. ഈ ചെങ്ങായി കഴിഞ്ഞ സമമ്മന്റെ അടുത്ത് ആലയിൽ ഫൈൻ മറ്റേ ചാണകം മണക്കുന്ന മറ്റു കേസ് കൊടുത്തതാ. എടാ, ഇയാൾ അയാളുടെ വീടിന്റെ ഓടിന്റെ മുകളിൽ കാക്ക തൂറിയ കാക്കക്കെതിരെ കേസ് കൊടുക്കുന്ന ആളാണ്. ഞാനുണ്ടായെങ്കിൽ ഇയാളോട് പൈസ മേടിക്കാതെ വിട്ടാനെ. வாங்க சார், வாங்க சார். வாங்க, பூ வேணுமா? பூவே. ഇതെന്താ ഇത്? സാറേ, ആർക്കും തെരിയില്ല. മുല്ലപ്പൂ മാല. മുല്ലപ്പൂ മാല. അതെനിക്ക് മനസ്സിലായി. ഇതൊന്നും എന്റെ ഭാര്യ തന്റെ അടുത്ത് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പടിയാ? അത് പോരാ, ഇനി വേണുമാ? താൻ എത്ര എന്റെ ഭാര്യക്ക് കൊടുത്തത്? അത് ആരത് എനിക്ക് ஞாபகத்துல വരല. 1 മുഴം വാങ്ങിച്ചു തന്റെ കയ്യിൽ നിന്ന്. 100 രൂപ ഒരു മുളം. ഇത് താനൊന്ന് അളന്ന് കാണിക്ക്. കറക്റ്റ് 1 മുളം. കറക്റ്റ് 1 മുളം. ഇതാ 1 മുഴം. அது உங்க கை பெருசா இருக்கும், என் கை சின்னதா இருக்கும்ல. ഇത്ര മീറ്റർ, ഇത്ര സെന്റിമീറ്റർ, അങ്ങനെ കണക്കുണ്ട്. சார், இப்ப நாங்களெல்லாம் நான் 30 வருஷமாயிட்டு இந்த பூ கச்சவடம் செய்யற ஆளு. எங்களை பாரம்பரியமா இப்படி எத்தனை முளம்னு சொல்லி இப்படி മുളം இப்படி அளந்து കൊടുക്കും. ഏടോ, നീ അളന്ന് കൊളന്ന് എന്ത് വേണമെങ്കിൽ കൊടുത്തു, അതൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ നീ കച്ചവടം ചെയ്യുമ്പോ ഇതിനൊരു കണക്കും വൃത്തിയൊക്കെ വേണം, അളവ് വേണം. ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറഞ്ഞ സംഗതി കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു വകുപ്പുണ്ട്, അളവും തൂക്കൊക്കെ നോക്കുന്ന ഒരു വകുപ്പ്. ഞാനെങ്ങനെ അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ താൻ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അറിയാം എനിക്ക്. என்ன சார் இது? ചേട്ടാ, ഇത് അവിടെ നിൽക്കൂ. ഒരാള് ചെക്ക് ചെയ്തിട്ട് ചേട്ടാ ഉത്തരക്കോ. ചേട്ടാ, ഇതെന്താ ചേട്ടാ? ഇതെന്താ ചേട്ടാ? ഇത് കൂടെ എനിക്ക് മുല്ലപ്പൂ വിൽക്കുന്ന ആള് ഞാന്. പൂ വിൽക്കുന്ന കൂടെ ഇത് വീട്ടിൽ പോകുമ്പോ ഇത് ഇവിടെ ഇത് തിയേറ്റർ ഉള്ള ഇത് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇത് ഉള്ള ഇത് നോ, ഇതിന് ഉള്ളിൽ ഇത് പറ്റില്ല ചേട്ടാ. ഇത് നിങ്ങൾ പുറത്ത് വെക്കില്ലെങ്കിൽ. അല്ല, ഇത് എന്റെ സാധനം. ഇത് പുറത്ത് വെച്ചാൽ എന്താ ഇത്? ഇതെന്താ സാധനം? ഇതാ ഇത് ഞാന് தமிழ் படம் கிடைக்குது இங்க, நம்ம தலைவர் படம், சூப்பர் ஸ்டார் படம், அந்த படம் காண வந்தது நான். அந்த படத்துல தலைவரை ஸ்கிரீன்ல காணிக்கும் போதே இப்படி எடுத்து എന്താ ചേട്ടാ കാണിക്കുന്നത്? ഇതൊന്നും ഇവിടെ സമ്മതിക്കില്ല. ഇത് തിയേറ്ററിൽ, எங்க ஊர்ல எல்லாம் தியேட்டர்ல தலைவரை பார்த்தா இப்படி எல்லாருமே எரிஞ்சு இப்படி ஆர்க்கும் இப்படி. ചേട്ടാ, ഇത് ഓലപ്പറ അല്ല, ഇത് മൾട്ടിപ്ലക്സ് തിയേറ്റർ.
സുഗന്ധി, ഓ ഞാൻ പുറത്തു പോയിട്ട് എവിടെ പോണു? ഒരു കോഫി കുടിക്കാൻ. കോഫി ഇവിടെ കുടിച്ചാ പോരെ? ഇവിടുന്ന് എത്ര പൈസ? ആ പുറത്ത് 10 രൂപയേ ഉള്ളൂ. ചേടാ നിങ്ങളിത് എന്റെ ഒരു പെട്ടിക്കട മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതെന്താ? അതിലൊന്നുമില്ല. ഇതെന്താ ഇത്? ഇതെന്താ കമ്പി? കമ്പിയാ? ഇതെന്താ ഇത്? എന്താ കുത്തുന്നു? സാർ സാർ കമ്പിയൊന്നും ഇല്ല ഇത്. അത് എന്താ എന്താ സാധനം? അത് എന്ത് സാധനം? അത് എടുക്ക്, പുറത്തെടുക്ക്. ഇത് എന്താ ഇത്? ഇത് പല്ല് കുത്തി. പടത്തിന് ആള് കുറവല്ലേ? കുഴപ്പമില്ല. അല്ല, കച്ചവടം ഉണ്ട്. കച്ചവടം മോശമില്ല. മോശമില്ല. പോപ്കോൺ എങ്ങനെയുണ്ട് ഇപ്പൊ? ടേസ്റ്റ് ഉണ്ടാ? നല്ല ടേസ്റ്റ്. കുറച്ച് വാങ്ങാം, ഒരു സാമ്പിളോട്ടോ. സാമ്പിൾ 2 മണി എടുക്ക സാമ്പിൾ. പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് സാമ്പിൾ കഴിക്കാം. ചേട്ടാ അങ്ങനെ കൊടുക്കില്ല ചേട്ടാ. അല്ല, എന്റെ ഒരു ആഗ്രഹം. മോശമല്ല, നല്ലതാ. തൊമ്മാട്ടാ, ഞാൻ പിന്നെ പോകുമ്പോ. ഇതെന്താ മാഡം ഇത്? ചുക്കുവെള്ളം. എന്ത് വെള്ളം? ചുക്കുവെള്ളം. ചേച്ചി, സുക്ക് വെള്ളം ഇവിടെ ഇല്ല. നോട്ട് അലൗഡ് ചേച്ചി. തിയേറ്ററിൽ കിട്ടുമോ? അത് ചുക്കുവെള്ളം കിട്ടുമോ തിയേറ്ററിൽ? സാർ, ഇവിടെ ഇത് ടീ, കോഫി, ലൈം ടീ, അങ്ങനെ ജിഞ്ചർ ടീ അതെല്ലാം കിട്ടും. എനിക്ക് മൂത്രത്തിക്കലിന്റെ അസുഖം. ഡോക്ടർ പറഞ്ഞു 10 മിനിറ്റ് ഇടവിട്ട് അത് തന്നെ കുടിക്കണം. സാർ, എന്നെ പിന്നെ എന്തിനാ തിയേറ്ററിൽ വന്ന്? സാർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും സാർ. അത് സിനിമ കാണാൻ പാടില്ലേ? സാർ, ഇത് തിയേറ്ററിൽ ഇത് അലൗഡ് അല്ല. ഞങ്ങൾ പോയിക്കോളാം. ചേച്ചി പ്ലീസ്. സാർ, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനേജർ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ചേച്ചി പ്ലീസ് നിങ്ങൾ തിയേറ്റർ സിനിമ ശാരദയെ പോകുന്ന അപ്പൊ നിനക്ക് ഇവിടെ തന്നെ വരണം. അനുഭവിച്ചോ? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇത് ടോക്കൺ വെച്ചോളൂ. ഇത് സിനിമ കഴിഞ്ഞിട്ട് സാർ പുറത്തെ കൗണ്ടറിന് അവിടുന്ന് ഇത് സെക്യൂരിറ്റി തരും. AC-ലിരിക്കുമ്പോ കുടിക്കാനാണ്. അല്ല, അതിന് ഇവിടെ ഉണ്ട് ചേച്ചി. നമുക്ക് ഇവിടെ ടീ, കോഫി എല്ലാം ഉണ്ട്. ചേച്ചി ആ ചുരിദാർ കഴിച്ച അവിടെ വെച്ചോ, ആ കൊട്ടയില്. അല്ല, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്ന EVR സിനിമാസിലാണ്. അതെ, 1 മാസം മുമ്പ് ഇവിടെ റിലീസായ മുട്ടത്തോട് വാസു. അന്ന് ആദ്യം തന്നെ ഞാൻ ഇതിനെ റിവ്യൂ ചെയ്തതാണെന്ന് നിങ്ങൾക്കറിയാം. മുട്ടത്തോട് വാസു എന്ന പൊട്ടപ്പടം. ആ പടം ഇന്ന് സോഷ്യൽ മീഡിയ 2 ദിവസമായി വൈറലായിരിക്കുകയാണ്. 100 കോടി ക്ലബ് ഇടം പിടിച്ചിരിക്കുന്നു മുട്ടത്തോട് വാസു. എങ്ങനെ? നമ്മളെ ഓൺലൈൻ ആപ്പ് വെച്ച് ബുക്ക് ചെയ്യുമ്പോ എല്ലാം ഇഷ്ടം പോലെ ഫുള്ളാ. തിയേറ്ററിൽ വരുമ്പോ 5, 6, 7, 8, 9 മാക്സിമം 10 പേരാണ് പടക. 10 പേര് മാത്രമാണ് പടക. ഇപ്പൊ എങ്ങനെയാണ് 100 കോടി ക്ലബിൽ ഇടം നേടുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുട്ടത്തോട് വാസം ഏത് ക്ലബിലെടുക്കണം? സാംസ്കാരിക ക്ലബില്ല, ക്ലബിലാണ് 100 കോടി ക്ലബ്. അല്ലല്ല, നല്ലതാണ്. നിങ്ങൾ സിനിമക്ക് നല്ലതാണ്. നിങ്ങൾ കൂടെ സൈഡിൽ നിന്നോ? ചേട്ടൻ ഇവിടെ ബോംബ് വെക്കാൻ വന്നാലും ഒരു സിനിമ കാണാൻ വന്നു പോയതാണ്. സേട്ടൻ ബോംബ് വെക്കാൻ വന്നല്ല. ആരെങ്കിലും വന്ന് ബോംബ് വെച്ചാൽ സേട്ടനും ഫാമിലി എല്ലാം ഉള്ളതല്ലേ. ഇവിടെ പറഞ്ഞ പിള്ളേര് ചേട്ടാ പടക്കം, പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ് എല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ലല്ലേ? ചേട്ടൻ ബെറ്റർ സിനിമയ്ക്ക് വരാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാണ് നല്ലത്. പ്രശ്നമാണ്. ചേട്ടാ നോക്കട്ടെ. എന്താ സാർ ബീപ്പ് കേൾക്കുന്നുണ്ടല്ലോ? എന്താ സാർ അത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ സാർ? അവിടെ ഒന്നുമില്ല, പുള്ളി വിസിലടിച്ചതാണ്. കുട്ടീനെ കളിപ്പിച്ചാണ്. ചേട്ടാ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. ഇത് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ ബീപ്പ് അവിടെ ഇത് കേൾപ്പിച്ചാൽ ഞാൻ ഇതാവില്ലേ? ഓക്കെ, കേറി നിന്നോ, നിങ്ങളോട് വൈറലാവും. വാ, ഞാൻ വൈറലാണ്. മുട്ടത്തോട് വാസു എന്ന പൊട്ടപ്പടം വീട്ടിൽ കഴിച്ചു 100 കോടി ക്ലബിൽ ഇടം നേടുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര തട്ടിപ്പ്. എന്താ സംഗതി? എന്താ സ്ഥലം വിട്ടെ. അതെ, 100 കോടി ക്ലബിൽ 100 കോടി 50 കോടിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. താൻ ഇവിടുന്ന് മാറി. തിയേറ്ററിൽ ആരും ഇല്ലല്ലോ. തിയേറ്ററിൽ ആളുണ്ടോ ഇല്ലെന്നുള്ള താനെന്തിനാണോ നോക്കണേ? എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കുറെ പേര്. തന്റെ പ്രതീക്ഷ തന്റെ വീട്ടിൽ പോയിച്ചാണോ? മാറോ. നോക്കണേ കേട്ടോ, വയറ്റുള്ള സ്ത്രീയാണ്. ഇതൊന്നും വേണ്ട, ഞാൻ ഇന്നലെ സ്കാൻ ചെയ്തതാണ്. കുട്ടി ഉള്ളിൽ തന്നെ ഉണ്ട്. അല്ല ചേച്ചി, അത് നോക്കണം ചേച്ചി. നോക്കണ്ട ചേച്ചി ഒന്ന് കൈ അല്ലെങ്കിൽ കുട്ടീനെ പുറത്ത് വെച്ച് പോണ്ടി വരുമോ? ചേച്ചി അങ്ങനെ പറയല്ലേ, ഇത് ഞങ്ങൾ ഡ്യൂട്ടി ചേച്ചി. വേണ്ട, കൈ കൊണ്ട് നോക്കിക്കോ. ഇതൊന്നും പറ്റൂല. മെഷീൻ ഒന്നും എന്റെ ദേഹത്ത് പറ്റൂല. ഞാൻ ഗർഭിണിയാണ്. വാങ്ങിത്തരാം. എന്താ പറയണവൻ? പടം കണ്ടാ പോരാ നിനക്ക്? പോപ്കോൺ വേണം. നീ പോപ്കോൺ തിന്നാൻ വന്നതാ, സിനിമ കാണാൻ വന്നതാ? ഇന്റർവെൽ ആകുമ്പോ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? കേറിയിരിക്കും അവിടെ.
ഏത് പടാ കാണുന്നു? ആരോ അതെ, നിങ്ങൾ ഏത് പടാ കാണാൻ വേണ്ടി പോകും? നമ്മള് മറ്റേ മട്ടുപ്പാവിലെ അട്ട. മൊട്ടപ്പാവിലട്ട പൊട്ടപ്പടം അല്ലേ? മൊട്ടപ്പാവിലട്ട പൊട്ടപ്പടം അല്ലേ? നീയല്ലേ പറഞ്ഞ ഈ പടം കണ്ടില്ലേ പിന്നെ കുടുംബമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, നഷ്ടമാണെന്നൊക്കെ. എന്ത് ഇയാൾ ആ പൊട്ട റിവ്യൂ പറയുന്ന ആളാണ്. ഞാൻ സ്ഥിരം കാണില്ല അയാളുടെ വീഡിയോ. വെറും പൊട്ട റിവ്യൂ ആണ്. വന്നു പോയില്ലേ? എന്തിന് വന്ന് അങ്ങനെ എന്തൊക്കെ നമ്മ വരുന്നുണ്ട്. അല്ല ടിക്കറ്റ് എടുത്ത് പിന്നെ കാണാൻ നിവർത്തിയില്ലല്ലോ. ടിക്കറ്റ് വെറുതെ സമയം കളയണ്ട. എന്റെ റിവ്യൂ തരാം. അവള് കാണാറുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞു. എന്റെ റിവ്യൂ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് അടിച്ച്. ഈ ഒരു പടത്തിന് വന്നാണ് കൊറേ കാലത്ത് ഒന്ന് കാണാൻ സമ്മതിക്കോ? പൊട്ട സമയം കളയണ്ട. കേറി ഇരിക്കണേ, മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ? പോപ്കോൺ, ഞാൻ ആ പോപ്കോണിന്റെ മിഷനിലിട്ട് ഞാൻ കറക്കും. ഞാൻ നിന്ന ഒറ്റ കാര്യം ഉണ്ണീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് അടിച്ച് പൊട്ടിച്ചാലേ മറക്കും. ഒരു പണി, ഇതൊക്കെ ഒന്ന് അലക്കി ഒന്ന് കുളിക്ക് ചെല്ലി. കുളിക്കണം. എന്താ വേസ്റ്റ് എല്ലാം കളയാൻ കൊണ്ടുവന്നതാ ഇതില്? കുട്ടികൾ എടുക്കുന്ന ഛർദി വരെ അതിന് എടുത്തു വെക്കണാണ് പ്ലാസ്റ്റിക് കവർ. ബിസ്ക്കറ്റ് ഉണ്ട് ചേട്ടാ, ഇത് ഇവിടെ പറ്റില്ല ചേട്ടാ. അല്ല, ഇത് മോൾക്ക് ഇന്റർവെൽ നിന്നാളാ. അല്ലെ, നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഇവിടെ അലൗഡ് അല്ല. അല്ല, ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ല ചേട്ടാ, അതല്ല ഇവിടെ ഫുഡ് കോർട്ടിൽ കിട്ടും. ചേട്ടൻ ഇവിടുന്ന് മേടിക്ക്. ഈ സിനിമ കഴിഞ്ഞ് പോകുമ്പോ ഇത് തരും കേട്ടാ. കേട്ടോ, ഇവിടെ ആളില്ല ഇവിടെ. ഉണ്ട്. ഒരു ടീ വേണം. ഒരു വട്ടി இருக்குதா? കട്ടൻ ടീ, കട്ടൻ ചായ. കട്ടൻ ചായ ഇല്ല. ഇല്ലേ? ഇല്ല ഇല്ല, പിന്നെ ചായ മാത്രം. ചായ പാൽ ചായ. ஒரு சாய தரு. கடலை இருக்கா? கடலை இல்ல. கப்பலண்டி இல்ல? കപ്പലണ്ടി ഇല്ല. ഹൈ, அங்க ஒரு ஆள் என் கீஸ் ஜோப்ல இருந்த இந்த கடலை வாங்கி வச்சுட்டு ഇവിടെ വന്നാ കിട്ടുന്നു പറഞ്ഞു. കടലേക്ക് ഒരു പോപ്കോൺ എടുക്കട്ടെ? പോപ്കോൺ എടുക്കട്ടെ? പോപ്കോൺ അതെന്നത്? അതാ, അത് എങ്ക ഊരിലെ സോളാപ്പൊരി. അതെനിക്ക് വേണം. എങ്ക ഊരിലെ പോപ്കോൺ. പാപ്പാ, എന്നാ ഊരുത്? ചായ 60 രൂപ. 60 രൂപ. ரூபாயா? 60 രൂപ. நான் டீ மட்டும் தானே வாங்கினேன். அதே டீக்கு என்ன 60 രൂപ. இதுல வந்து பாலும் பஞ்சசாரையும் தண்ணி மட்டும் தானே இருக்கு. ஆமா. நம்ம இது இதுதானே மல்டிப்ளெக்ஸ் தியேட்டர். எங்க ஊர்லலாம் 5 ரூபா தான் டீக்கு இருக்கு. அது இந்த மாதிரி பிளாஸ்டிக் கடல இந்த கிளாஸ் இல்ல, சில்லி கிளாஸ்ல கிடைக்கும். இந்த ஊர்ல ഇങ്ങനെയാണ്. இந்த ஊர்ல ഇങ്ങനെയാണ്. எனக்கு இந்த டீ வேண்டாம். ஏய், இந்த காசு எடுத்துட்டு போ. எந்த നീ എങ്ങ? ഞാൻ എന്നും ഉണ്ട് പൂവടിക്കാറില്ലേ, അത് ഇവക്ക. എടാ നായ, എന്റെ കയ്യിൽ നിന്ന് പൂ അടിച്ചിട്ട് എന്റെ മകളെ എന്നെ വളയ്ക്കാൻ നോക്കടാ. ഒന്നും